ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ സർക്കാർ. അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടില്ല. വിജിലൻസ് റിപ്പോർട്ട് അജിത് കുമാറിന്റെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കും എന്നാണ് വാദം. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, കൗതുകകരമാണ് ഈ വാദം. ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ MR അജിത് കുമാറിന്റെ സ്വകാര്യതയെ ബാധിക്കും എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അഭിലാഷ്, കൗതുകരം മാത്രമല്ല വിചിത്രവുമായ മറുപടിയാണ്. ADGP MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രിയപ്പെട്ടവനാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി. MR അജിത് കുമാറിനെതിരെ നടന്ന വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത്. എന്നാൽ ഈ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അത് വ്യക്തിപരമാണ്, മാത്രമല്ല അത് പുറത്തുവിടുന്നത് MR അജിത് കുമാറിൻ്റെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ള കാര്യമാണ്. അതിനപ്പുറം ഇത് പൊതുതാൽപര്യമോ പൊതുപ്രവർത്തനത്തിൻ്റെയോ ഭാഗമായ റിപ്പോർട്ട് അല്ല, അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ വരികയും അത് കോടതി പരിശോധിച്ച ശേഷം തള്ളിക്കളയുകയും ചെയ്തു. അതിനൊപ്പം രൂക്ഷമായ വിമർശനം ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുകയും ചെയ്തു. ഏതായാലും MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അത് സർക്കാരിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി അത് അപ്രൂവ് ചെയ്ത ശേഷമാണ് വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ആ ഘട്ടത്തിലും മുഖ്യമന്ത്രി അംഗീകരിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ ഒരുക്കമല്ല. മാത്രമല്ല അത് കോടതിയിൽ വന്നപ്പോഴേക്കും അതിൻ്റെ ഉള്ളടക്കം കോടതി പരിശോധിച്ച് നിശിതമായ വിമർശനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് അംഗീകരിച്ചതടക്കം വിമർശനത്തിന് വിധേയമായി. കാരണം നിയമ സംവിധാനങ്ങളുണ്ട് ഇത് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ. പക്ഷേ മുഖ്യമന്ത്രി പോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ അതിലെങ്ങനെയാണ് തീരുമാനമെടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് വിവരാവകാശ പ്രകാരം ഇങ്ങനെ വിചിത്രമായൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. അഭിലാഷ്. യെസ്, അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിവിചിത്രം, വെറും വിചിത്രമല്ല, സ്വകാര്യതയെ ബാധിക്കും, അതുകൊണ്ട് അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന വിവരമാണ് MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഓരോ പോലീസുകാരനും വിചാരിക്കുന്നുണ്ടാവും അടുത്ത ജന്മത്തിലെങ്കിലും MR അജിത് കുമാറായി ജനിച്ചാൽ മതി എന്ന്.